ഹലോ ഹായ് നമസ്കാരം. അതെ, ഈ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അനിമോളുടെ PR ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് വന്നിട്ടൊന്ന് മെഴുകി തരണേ. ഈ കമന്റ് ബോക്സിനകത്തൊന്നും മെഴുകി നമ്മളെ ഒന്ന് വെടിപ്പാക്കി തരണം. ആരാണ് അനിമോള്? അനിമോൾ ഇത്രയും വലിയ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസിന്റെ സീസൺ 2 തൊട്ട് ഞാൻ കാണുന്നതാണ്. അനിമോൾ ഒരു ഡിസേർവിംഗ് അല്ല, ഒരു തേങ്ങ അനിമോളുടെ ഭാഗത്തൊന്നും ഇല്ല. കുറേ പരിപാടി ഈ സ്റ്റാർ മാജിക്ക് കാണിച്ച പോലെ കുറേ ഗെയിം അവിടെ കിടന്ന് കളിക്കുന്നല്ലാതെ ഇപ്പോഴാണ് കിടന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ അവൾ തന്നെ കുറേ പാവേനം പിടിച്ച് പ്ലാച്ചി മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവൾക്ക് ഏറ്റവും വലിയ ഹിറ്റ് കിട്ടിയേക്കുന്ന ജിസേലിന്റെ കയ്യിൽ നിന്നാണ്. ജിസേൽ പറഞ്ഞെന്താ, ഞങ്ങളെ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരാണ്, നീ കുറച്ച് കുഞ്ഞതല്ലേ, അപ്പം ഞങ്ങൾ കുറച്ച് വലിയ ഡ്രസ്സുകളൊക്കെ ഇടും, നിനക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹിറ്റ് അതാണ്. അതായത് അവൾക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റിയില്ല. അയ്യോ, എന്നെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, മറിച്ചതാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് അങ്ങ് തുടങ്ങി. പിന്നെ ഒരു പ്ലാച്ചിയെ കൊണ്ടുവരുന്നു, പിന്നെ ഞാനവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കഷ്ടമാണ് ബിഗ് ബോസിൽ. ബിഗ് ബോസിൽ ഇപ്പോൾ കുറേ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അവിടെ പണം നടന്നോട്ടെ. അനിമോൾക്ക് അവിടെ കപ്പ് കിട്ടിക്കോട്ടെ, അനിമോൾ കൊണ്ടുപോകട്ടെ, അനിമോൾ ആ കപ്പൊക്കെ എടുത്തിട്ട് തലയെ വെച്ചോണ്ട് അനിമോളുടെ വീട്ടിലോട്ട് പോട്ടെ. എന്ത് തേങ്ങയാണല്ലോ ഇത് കണ്ടിട്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആദില നൂറാന്ന് പറഞ്ഞിട്ട്. ഇവർക്കൊക്കെ എന്നാ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഗെയിം കളിക്കാനൊന്നും അവർക്ക് പറ്റത്തില്ലേ? ഒരു ഷാനവാസ് പോയ സമയത്ത് ഈ ആങ്ങളമാരും ആങ്ങളങ്ങ് പോയി, പെങ്ങളമാരങ്ങോട്ട് കിടന്ന് കരയുവാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എന്തോന്ന് കാണിക്കുന്നു അവിടെ കിടന്ന്. ഒരു സീനും ഇല്ല. ഇപ്പൊ ഈ രേവതി എന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ബോസ് വീഡിയോ റിവ്യൂ ചെയ്യുന്ന ഒരാളുണ്ട്. എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പേര്. രേവതി എന്നാണ് അവരുടെ പേര്. ഈ രാജ് ചോക്സ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ഒരു കിളവൻ, ഒരു അപ്പാപ്പൻ, ഒരു കിണ പിടിച്ചവൻ ഒരുത്തൻ. അവനവിടെ വന്നിട്ട് മറ്റതാണ് മറിച്ചാണ് രേവതിയെ വേറെ എന്തോ വേരൊക്കെ വിളിച്ചത്. നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്തു ഇവനെ കുറിച്ചൊക്കെ. എന്തിനാണ് ഇവനൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? കുറെ സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് കുറെ ആൾക്കാർ നിന്നിട്ട് ആ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? ഈ പറയുന്ന ആൾക്കാർ മൊത്തം ഇപ്പം PR ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ അങ്ങനെ കിടന്ന് മെഴുകുവാണ് ആൾക്കാരെ. ഈ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെ ഒരു കാര്യവും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോളെ വിശ്വസിച്ചു, അനുമോളെ ഇഷ്ടപ്പെട്ട് പോയ ആൾക്കാരുടെ അടുത്ത് ഒന്നും പറയാനില്ല. എനിക്കറിയത്തില്ല അനുമോൾ ഇത്രയും വലിയ എന്തോ ആന കുതിര അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. ഒരു തേങ്ങ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ചുമ്മാ ഒരു പെങ്കൊച്ച് എന്തൊക്കെയോ കിടന്ന് അലക്കുന്നുണ്ട്, ചുമ്മാ കിടന്ന് കാർന്ന് പോകുന്നു. മെന്റലി ഒട്ടും ഓക്കെയല്ല അതൊരു കൊച്ചിനെയൊക്കെ അവിടെ വെച്ചിട്ട് ബിഗ് ബോസിന് തോലപ്പത്ത് കൊണ്ട് വെക്കാനായിട്ട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഷീ ഈസ് നോട്ട് ഡിസർവിങ് ദാറ്റ്. ഓക്കെ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നത് എനിക്കറിഞ്ഞില്ല. ഇത് കാണുന്ന ആൾക്കാർ എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ഇല്ലാത്ത ആൾക്കാരുണ്ടോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് നെവർ മൈൻഡ്. എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചുമ്മാ കിടന്ന് വായിട്ട് അടിച്ചിട്ട് പോവുക, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.